ഏയ് പേടിക്കൊന്നും വേണ്ടെന്നേ. ഞാൻ പറഞ്ഞ മന്ത്രി കേൾക്കാവുന്നിരിക്കില്ല. ഞാൻ നേരിട്ട് പോകാമെന്നേ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയല്ലേ ഞാൻ സ്കൂട്ടറുമായിട്ട്. കാര്യം ഞങ്ങൾ രണ്ട് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാരയൊക്കെ ഉണ്ടെന്ന്. ഞാനേ ചെന്ന് കണ്ടിട്ട് വിളിക്കാം കേട്ടോ. നിങ്ങൾ ടൗണിൽ പോവാണെങ്കിലേ എന്നെ ആ കവലയ്ക്ക് അപ്പുറത്തേക്ക് ഒന്ന് ഇറക്കി വിട്ടേരെ. എനിക്ക് ആ സിന്ധുവിന്റെ വീട് വരെ ഒന്ന് പോകാനാ. ഞാൻ വേറെ വഴിക്ക് പോവാം. സിന്ധുവിന്റെ വീട്ടിലേക്ക് നീ നടന്നു പോയാൽ മതി. എന്തായാലും നിങ്ങൾ ആ വഴിക്കല്ലേ പോകുന്നത്. എന്നെ സ്കൂട്ടറിൽ ഒന്ന് കൊണ്ടുവിടും മനുഷ്യ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാകത്തില്ലേ? ഞാൻ വേറെ വഴിക്ക് പോവാം, അത്യാവശ്യമാണ്. നീ നടന്നുകൊണ്ട് പോയാൽ മതി. എനിക്ക് അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. പിന്നെ നടക്കാൻ പറ്റത്തില്ല. നടക്കുന്ന ആരോഗ്യത്തിനല്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങ് നടന്നു പോയാ പോരെ. എന്തിനാ ഈ സ്കൂട്ടറിൽ പോകുന്നത്? നിനക്കിപ്പൊ നടന്നു പോയാൽ എന്താ പ്രശ്നം? ആ പോണ വഴിക്ക് കുറെ വായി നോക്കിയതുണ്ട്. ഞാൻ നടന്നു പോകുമ്പോ അവന്മാരിങ്ങനെ വായും പൊളിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവന്മാരുടെ നോട്ടോ ചൂഴ്ന്നെടുക്കണ പോലെ. എനിക്കാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടായി. അതുകൊണ്ടാ എനിക്ക് നടന്നു പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്റെ സൗന്ദര്യം ഇപ്പൊ അങ്ങനെ അവന്മാർ ആസ്വദിക്കണ്ട. നിങ്ങൾ എന്നെ കൊണ്ടുവിട്. 50 വയസ്സ് കഴിഞ്ഞ നിന്റെ സൗന്ദര്യം ഇനി ആസ്വദിക്കാൻ പോവല്ലേ? ഞാൻ വല്ല പറഞ്ഞോണ്ടല്ലോ. മര്യാദക്കേ നടന്നങ്ങ് പോയാൽ മതി. അവളെ ആൾക്കാർ വായി നോക്കുമെന്ന്. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ അത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെ? കാണിച്ചു തരാം. നിന്റെ അത്രയും പ്രായമുള്ളവരെയൊക്കെ വായി നോക്കുന്നവര് കേരളത്തിലുണ്ടാകത്തില്ല. കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അതിലൊരുത്തൻ ദേ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിനക്കൊന്നും വീട്ടിൽ അമ്മമ്മകളൊന്നും ഇല്ലടാ. പണിയേറ്റു. നിങ്ങൾ വിളിച്ചായിരുന്നോ? നീ നടന്നു പോകണ്ട, ഞാൻ സ്കൂട്ടർ കൊണ്ടാക്കാം. ഓ വേണ്ട ചേട്ടാ, ഞാൻ അങ്ങ് നടന്നു നോക്കോളാം. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന കൂടെ കേട്ടാ മതി. ഇങ്ങോട്ട് വാ. നാണമില്ലാത്തവന്മാര് കുറെ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും. നിനക്കൊന്നും പ്രായമായില്ലടാ. വാഹതരിവില്ലാത്തവന്മാര്, വൃത്തിയിട്ടവന്മാര്. എന്നെ നോക്കി ഇങ്ങോട്ട് മാറിയിരിക്കും. എടാ മാറ്റം, നീ എന്റെ പെണ്ണുപിള്ള പുറത്ത് വായി കൊടുക്കാം. ഇതാ നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞു എന്നെ കൊണ്ടുവിടാൻ. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ കേരളത്തിൽ ഇത്രയും വൃത്തിയിട്ടവന്മാരുണ്ടെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു.